ഈ പിഴച്ച മഴ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു ആശ്വസിക്കാനുള്ള വകയുണ്ട്. കാരണം നാളെ മത്സരം ചാർട്ട് ചെയ്തപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി ആയിട്ടുള്ള മത്സരം നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ GCDയുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്കൊക്കെ വഴങ്ങി 28 ലക്ഷം രൂപ അവർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മോശം പരിപാടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കോഷൻ ഡെപ്പോസിറ്റായിട്ട് ഓൾറെഡി 1 കോടി രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന്റെ മെയിൻ്റനൻസിനും മറ്റുമായിട്ട് 28 ലക്ഷം രൂപ GCDയെ ചെലവാക്കിയതുകൊണ്ട് ആ 28 ലക്ഷം രൂപ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കണം, ഒരാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാമെന്ന് സമ്മതിച്ചതിന്റെ പേരിലാണ് ഇപ്പം മത്സരം നടത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ ബ്ലാസ്റ്റേഴ്സിന്റെ കീഴടങ്ങലാണ്. പിന്നെ എൻ്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറെ അടിമ വാണങ്ങൾ വന്ന് മെഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പ് ആൻഡോ ട്രീ കട്ടർ ആൻഡോ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി തരും, സ്റ്റേഡിയം ഉദ്ദീകരിക്കും, ലോക നിലവാരത്തിലാക്കുമെന്ന്. ഇവൻ ഉടായിപ്പാണെന്ന് അന്നേ ഞാൻ പറഞ്ഞപ്പം ഈ മരംകൊത്തിയുടെ അടിമകൾ 1-2 മലബാർ സൈഡിലുള്ള യൂട്യൂബേഴ്സ് ഇവന്റെ സാമാനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കടന്ന് പൊക്കി അടിച്ചായിരുന്നു. എന്ത് കോപ്പാണ് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയെന്ന് നിങ്ങളൊന്ന് അറിയണം കേട്ടോ. ഞാൻ പറഞ്ഞു പെയിന്റ് അടിക്കുകയും ചുമ്മാതെ 2 ഗ്രാവൽ അടിക്കുകയും ചെയ്ത് എല്ലാവരെയും പറ്റിച്ചാണ്. അന്ന് നിനക്കൊന്നും വിശ്വസിക്കാനില്ല. ഫ്ലഡ് ലൈറ്റ് മാറ്റി, കോപ്പ് മാറ്റി, തേങ്ങ കൊല മാറ്റി, ആ നാറിയിൽ മാറ്റിയിട്ടുണ്ട്. അവിടെ പേരിന് വേണ്ടി 1-2 മാറ്റങ്ങൾ വരുത്തി. എന്നിട്ട് 28 ലക്ഷം രൂപ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് എന്നാണെന്ന് പറഞ്ഞു. ഒന്നും പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും കേട്ടോ.